ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ധാരണയായതിനു ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണിത്. ഭീകരവാദത്തിന് എതിരായ പോരാട്ടം, അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയിലാകും SCO യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന്. അജീഷ്, എന്തൊക്കെ ചർച്ചകൾ നടക്കും യോഗത്തിൽ? വിവരങ്ങൾ. ഉന്മേഷ്, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഇന്ന് ചൈനയിൽ നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയിലേക്ക് തിരിക്കുന്നത്. അതായത് SCO ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടുള്ള പ്രതിരോധ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയാണ് അവിടെ നടക്കുന്നത്. അവിടെ ചൈനീസ് പ്രതിരോധ മന്ത്രി അടക്കം ഇതിൽ പങ്കെടുക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് വലിയ രീതിയിൽ ബാധിച്ച ഒരു സാഹചര്യത്തിൽ കൂടി ഈ വലിയ നിർണായകമാണ് ഇന്നത്തെ യോഗം. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിലുണ്ടാകുന്ന ഈ പിരിമുറുക്കങ്ങളിൽ ഒരു നിയന്ത്രണം വേണമെന്ന ഒരു ധാരണയിലെത്തിയത്. അതിനുശേഷം വലിയ രീതിയിൽ അതിർത്തിയിൽ പ്രശ്നമില്ലെങ്കിൽ പോലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറിലടക്കം അല്ലാത്ത പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പാക് ഒരു സംഘർഷമുണ്ടായ സമയത്ത് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു രാജ്യം ചൈനയാണ്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഇരു രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് ധാരണ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ചൈനയുടെ പ്രതിരോധ മന്ത്രിയെ കൂടാതെ തന്നെ റഷ്യൻ പ്രതിരോധ മന്ത്രിയും മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിയുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അവിടെ എത്തി പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാക്കന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല ചൈനീസ് വിദേശകാര്യമന്ത്രി ഇനി ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാര്യത്തിലും ഇന്ന് തന്നെ അക്കാര്യത്തിലും ഉടനെ തന്നെ തീരുമാനമുണ്ടായിരിക്കും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, സമാധാനം മെച്ചപ്പെടുത്തുക, ഭീകരവാദത്തിനെതിരെ പോരാട്ടം അത് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ചർച്ചകൾ നടക്കുക. ശരി, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.